നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വായന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായി പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി എന്താണ് നിരന്തരമായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ കൂടുതലും ആളുകളും നിങ്ങളുടെ വ്യക്തിയുമായി കോണ്ടാക്റ്റ് ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. ശരിയായിട്ടുള്ള ഒരു സന്ദേശം അയക്കുന്നതോ സംസാരമോ വ്യക്തമായ രീതിയിലുള്ള കോൺവെർസേഷനോ നിങ്ങൾ തമ്മിൽ ഉണ്ടായില്ലായിരിക്കാം. ഉണ്ടാവാത്ത ഒരു സാഹചര്യം കൊണ്ടായതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ. അത് നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, അങ്ങനെ ഏതൊരവസ്ഥയിലാണെങ്കിലും ഈ വ്യക്തി നിരന്തരമായി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വായനയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. നന്ദി. അപ്പോൾ നമ്മൾക്ക് വായനയിലേക്ക് കടക്കാം. നമ്മൾക്കിവിടെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ മറക്കാനാവാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കാനോ ഇനി വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാനോ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ആദ്യമേ തന്നെ ഒരു ഭീതിയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഒരു പോസിറ്റീവ് അല്ലാത്ത ഒരു കാർഡ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളായിട്ട് പിരിയാനുണ്ടായ കാരണവും എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്കും അറിയാം. അതിനെക്കുറിച്ചിട്ടാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇനിയും ചിന്തിക്കാനോ സംസാരിക്കാനോ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് പുതിയ ഒരു പോസിറ്റീവ് ഊർജത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ വ്യക്തി അങ്ങനെയല്ല നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് പിരിയാനുണ്ടായ കാരണവും നിങ്ങളുടെ ഇടയിൽ ഒരു മൂന്നാമത് ഒരു വ്യക്തിയെ പോലെ കയറി വന്ന ആ ഒരു ശത്രു, അത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ജന്മത്തെ ഏറ്റവും വലിയ ശത്രുവായിരിക്കാം. ആ ഒരു ശത്രുവിനെ കുറിച്ചും ആ ശത്രു നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ ഈ ഒരു പിരിയുന്ന അല്ലെങ്കിൽ ഈ ഒരു വേർപിരിയൽ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നില്ല, നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നില്ല, ഫോൺ കോളിംഗ് ഇല്ല, ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകുമോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ വേണ്ടാന്ന് വെക്കുമോ, നിങ്ങൾ വേറെ വ്യക്തിയെ തേടിപ്പോകുമോ, ഈ ഒരു പ്രണയബന്ധം അവസാനിപ്പിക്കുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഭയാനകരമായിട്ടുള്ള ഭീതിയുമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റക്കാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നപ്പോഴോ അപേക്ഷിച്ച് നടന്നപ്പോഴോ ഈ വ്യക്തി വലിയ രീതിയിൽ നിങ്ങളെ വില തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അന്നൊക്കെ ഈ വ്യക്തി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോട് തന്നെ അറപ്പും വെറുപ്പും തോന്നുന്നു.
അതിപ്പോൾ തോന്നിയിട്ട് കാര്യമില്ല എന്ന് ഈ വ്യക്തിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നപ്പോൾ ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള ആളുകൾ, അതായത് ഈ വ്യക്തിയുടെ കൂട്ടുകാരോ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോ അവരൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ എത്രത്തോളം മോശപ്പെട്ട ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വ്യക്തിയെ മോശക്കേടിലേക്ക് നയിച്ചത് എന്നുള്ള സത്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സത്യങ്ങൾ ഈ വ്യക്തി എപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത്? നിങ്ങളുടെ സാന്നിധ്യം കുറഞ്ഞു വന്നപ്പോഴാണ്. നിങ്ങൾ ഇന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല. ഈ വ്യക്തി ഒരുപാട് അധ്വാനിക്കുന്ന വ്യക്തിയാണ്. നമ്മൾക്ക് പൈസയുടെ കാർഡ്സുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വ്യക്തി കാശിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ വ്യക്തി വിചാരിച്ചത് യാതൊരുവിധ മടുപ്പും ഇല്ലാതെ ഈ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ വരുമെന്നാണ്. പക്ഷെ ഈ വ്യക്തിക്ക് തെറ്റി. കാരണം നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു വികാരം നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങിയപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ പിന്തുടരുന്ന സ്വഭാവം നിർത്തിയത്. നിങ്ങൾ ഈ വ്യക്തിയെ പിന്തുടരുന്ന സ്വഭാവം നിർത്തിയപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്കാവാൻ തുടങ്ങി, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അങ്ങനെ ഈ വ്യക്തി വിശ്വസിച്ചിരുന്ന പല ആളുകളും ഈ വ്യക്തിക്ക് എത്രത്തോളം ടോക്സിക് ആയിരുന്നു, എത്രത്തോളം മോശക്കേടുകൾ തന്നുകൊണ്ടിരുന്ന ആളുകളായിരുന്നു, ഈ വ്യക്തിയെ പറ്റിച്ചിരുന്നത് ആരായിരുന്നു ശരി, ആരായിരുന്നു തെറ്റ് എന്നുള്ള യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഈ വ്യക്തി അറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് കൂടിച്ചേരുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തുറന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിൽ കാശുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വ്യക്തി സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉന്നതി കൈവരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ടെക്നിക്കുകളും പലതരത്തിലുള്ള തന്ത്രങ്ങളും പലതരത്തിലുള്ള ഹാർഡ് വർക്കും ഈ വ്യക്തി ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഫലവും ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി പല കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ നഷ്ടപ്പെട്ടു പോയ അമൂല്യമായിട്ടുള്ളൊരു നിധിയുണ്ട്, അതായത് നിങ്ങളുടെ അസാന്നിധ്യം. അതിവിടെ ശരിക്കിനും ഈ വ്യക്തിയെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു ഊർജം നമ്മൾക്ക് ലഭിക്കുന്നത്. ഈ വ്യക്തി ആദ്യമൊക്കെ വലിയ അഹങ്കാരമൊക്കെ കാണിച്ച് നിങ്ങളെ ഒന്നും വേണ്ട, എനിക്ക് പണമാണ് വലുത്, പണമുണ്ടെങ്കിലേ വിലയുള്ളൂ, ഒന്നോർത്താൽ അത് ശരിയാണ്. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധി ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു. ഈ വ്യക്തി വിചാരിച്ചത് ഒരു കാര്യം ശരിയാക്കിയിട്ട് മറ്റേ കാര്യത്തിലേക്ക് വരാം, പണം ശരിയാക്കിയിട്ട് പ്രണയത്തിലേക്ക് വരാം. ആ ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിയെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചത്. കാരണം ഇന്ന് ഈ വ്യക്തി പലതും നേടി. ഈ വ്യക്തി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയുടെ സന്ദേശം നിങ്ങളുടെ ഫോണിൽ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് 8 ഓഫ് വാണ്ട്സ് കിട്ടിയിട്ടുണ്ട്. മെസ്സേജ് ചെയ്യാനോ സംസാരിക്കാനോ നിങ്ങൾ അങ്ങോട്ട് പോയി ഒരിക്കലും സംസാരിക്കരുത്. കാരണം നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകരുത്. ഇവിടെ ഇപ്പോൾ പ്രണയസംബന്ധമായിട്ടുള്ള ഊർജം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജം വളരെ വലുതായിട്ടും ഈ വ്യക്തിയുടെ ഊർജം വളരെയധികം കുറവായിട്ടുമാണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തി ഒറ്റപ്പെട്ട് ഇരുന്നു പോയതുകൊണ്ട് ഈ വ്യക്തിയുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു. ഇന്ന് ഈ വ്യക്തി പല ആളുകളെയും കാണുന്നുണ്ട്. ആളുകൾ എന്നുദ്ദേശിച്ചത് മറ്റുള്ള കമിതാക്കൾ. ചിലപ്പോൾ ഈ വ്യക്തി
ബീച്ചിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ, കടൽ തീരത്ത് ഒറ്റയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ള കമിതാക്കൾ ഒരുമിച്ചിരിക്കുന്നതും അവർ സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതുമൊക്കെ ഈ വ്യക്തി കണ്ടിട്ടുണ്ടാകണം. കാരണം ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേരായിരിക്കാം, നിങ്ങളുടെ മുഖസാദൃശ്യമുള്ള വ്യക്തികളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ഒറ്റയ്ക്കിരിക്കുമ്പോൾ രണ്ട് കുരുവികളായിരിക്കാം, ഇണക്കുരുവികൾ ഇണചേരുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ ഒരുമിച്ചിരിക്കുന്നതായിട്ടോ, അങ്ങനെ പല തരത്തിലുള്ള കമിതാക്കളെ ഈ വ്യക്തി കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്, ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ചു, ഞാൻ ഇത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ ഞാൻ ഇത്രയും കോൺസെൻട്രേഷൻ കൊടുത്തു, വിജയം കൈവരിച്ചു. പക്ഷേ അവിടെ ഒരു കാര്യം മാത്രം നഷ്ടപ്പെട്ടു പോയി, അത് നിങ്ങളാണ്. നിങ്ങളെ എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വ്യക്തി നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എങ്ങനെ വീണ്ടും പഴയതുപോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ വ്യക്തിക്ക് ചിലപ്പോൾ വേറെ പലവരുമായിട്ട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ആകർഷണം ഒക്കെ ഉണ്ടായിരുന്നായിരിക്കാം. അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയുടെ മുന്നിൽ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ വേറെ ആളുകളെയും അല്ലെങ്കിൽ വേറെ ആൾക്കാരെയും മനസ്സിൽ കരുതിയിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ അവരെ ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ ഒരു ചോയ്സ് വെച്ചിട്ടുള്ള, അതായത് ഒരു ഓപ്ഷൻസ് വെച്ചിട്ടുള്ള ഒരു സ്നേഹവും കൂടിയായിരുന്നു ഈ വ്യക്തിയുടേത്. പക്ഷേ ആ ഓപ്ഷനുകളെല്ലാം പോയി ഇന്ന് ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന കോളത്തിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമുള്ളൂ, അത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇത്. തികച്ചും വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ 1111 ഒരുപാട് കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം, കല്യാണ പാർട്ടികൾക്കൊക്കെ നിങ്ങൾ വിരുന്നിന് പോകുന്നുണ്ടാകാം, നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടാകാം. മൊത്തത്തിൽ ഒരു കല്യാണത്തിൻ്റെ ഒരു എനർജിയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഒന്നാമത്തെ കാര്യം സാമ്പത്തികപരമായിട്ട് ഉയർച്ച കൊണ്ടുവരണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തി പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ, ആശയക്കുഴപ്പത്തിലായിരുന്നു. നിങ്ങൾ തന്നെ മതിയോ, അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളെക്കാൾ കൂടുതൽ നല്ലൊരു വ്യക്തിയെ എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ അപേക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വില കിട്ടും? അപ്പോൾ നിങ്ങളെ ഒരു ഉദാഹരണമാക്കി അല്ലെങ്കിൽ ഒരു ഓപ്ഷനാക്കി ഈ വ്യക്തി വെച്ചു. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകുന്നത് നിർത്തിയപ്പോൾ ഈ വ്യക്തി പണമെല്ലാം നേടി, പലതരത്തിലും ഈ വ്യക്തി വിജയിച്ചു. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ മുന്നിൽ ഈ വ്യക്തി തോറ്റുപോയി എന്നുള്ളതാണ് വാസ്തവം. നമുക്കിവിടെ കല്യാണത്തെ സൂചിപ്പിക്കുന്ന 2 കാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്, 4 ഓഫ് വാൺസും അതുപോലെ 10 ഓഫ് കപ്സും. ഇത് രണ്ടും വളരെയധികം സ്നേഹജീവിതത്തെയും സ്നേഹബന്ധത്തെയും നല്ലൊരു വിവാഹ ജീവിതത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയുടെ ആഗ്രഹം അതാണ്, നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കാരണം നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ പല ആളുകളും തടസ്സപ്പെടുത്തുന്നതായിട്ട് ഇപ്പോഴും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. 7 ഓഫ് വാൺസ് ആണ്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ, തീരുമാനിച്ചിറങ്ങുമ്പോൾ ഈ വ്യക്തിയെ വേറെ പലരും, അത് ചിലപ്പോൾ നിങ്ങളോട് വ്യക്തിപരമായി അസൂയ ഉള്ള ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളും ഈ വ്യക്തിയും ഒന്നിച്ച് കല്യാണം കഴിക്കുന്നതോ ഒന്നിച്ച് കൂടിച്ചേരുന്നതോ ഇഷ്ടപ്പെടാത്ത ആരൊക്കെയോ, അവരുടെ ഒരു സാന്നിധ്യം കൂടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
അങ്ങനെ ഒരു എനർജി നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ ആരൊക്കെയോ അടക്കി പിടിക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്ക് നീതി ലഭിക്കണം, അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാത്തിരിക്കുക. വിജയകരമായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക. അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, കമൻറ്റുകളിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.